വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു വീണ്ടും വരുമല്ലോ. വിശുദ്ധന്മാരെ ചേർക്കുവാനായി യേശു വീണ്ടും വരുമല്ലോ. പ്രതിഫലങ്ങൾ നേടിടുന്ന നാളിനായൊരുങ്ങിടാം. പ്രതിഫലങ്ങൾ നേടിടുന്ന നാളിനായൊരുങ്ങിടാം. താഴ്മഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം. താഴ്മഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം. ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം. ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പശ്ചിമേഷ്യയിൽ ഗാസയിലെ ഹമാസും ഇസ്രായേലും തമ്മിൽ 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധം ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. ജൂൺ 13 200-ൽ ഏറെ പോർ വിമാനങ്ങൾ ഇറാനിലെ 100 കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അതേ തുടർന്ന് രാത്രിയിൽ തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണവും നടത്തി. ഈ സംഘർഷം ലോകത്തെ ആകമാനം യുദ്ധഭീതിയിൽ എത്തിച്ചിരിക്കുന്നു. ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദത്ത ദേശമാണ് കനാൻ. ഇസ്രായേൽ ദൈവം വഴി വിട്ട് പാപം ചെയ്തതിൻ്റെ ഫലമായി ശത്രുക്കളുടെ ആക്രമണം പലപ്പോഴും അവർക്ക് നേരിടേണ്ടി വന്നു. ഒടുക്കം AD 70-ൽ വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകനായ തീത്തോസ് യെരുശലേമിനെ ആക്രമിച്ച് കീഴടക്കി. തുടർന്ന് യഹൂദന് സ്വന്തം ദേശം പൂർണ്ണമായി നഷ്ടപ്പെടുകയും യഹൂദൻ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോവുകയും ചെയ്തു. ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് 1917-ൽ ഓട്ടോമൻ സാമ്രാജ്യം തകരുകയും പാലസ്തീൻ ബ്രിട്ടൻ്റെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു. തുടർന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 1947-ൽ പാലസ്തീൻ മേഖലയിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറുകയും പാലസ്തീനിൽ ഒരു അറബ് രാജ്യവും ജൂതരാജ്യവും സ്ഥാപിക്കുവാനുള്ള ദ്വിരാഷ്ട്ര ഫോർമുലയ്ക്ക് UN അംഗീകാരം നൽകുകയും ചെയ്തു. ജൂത അറബ് സ്വതന്ത്ര രാജ്യങ്ങളും ജെറുസലേമിന് പ്രത്യേക രാജ്യാന്തര പദവിയും നിർദ്ദേശിക്കുന്നതായിരുന്നു ഫോർമുല. അറബ് രാജ്യങ്ങൾ ഈ ഫോർമുല തള്ളുകയും 1948-ൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ രൂപീകരണ പ്രഖ്യാപനം മുതൽ സംഘർഷം ആരംഭിക്കുകയും ചെയ്തു. ഈ സംഘർഷം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സംഘർഷം ഒരു ലോകമഹായുദ്ധത്തിൻ്റെ സാധ്യതയിലേക്ക് ലോകരാജ്യങ്ങളെ വലിച്ചിട്ടിരിക്കുന്നു. യുദ്ധഭീതിയിലായിരിക്കുന്ന മനുഷ്യനെ പ്രകൃതിയും ഭയപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഴ കുറയുന്നു, ചൂട് കൂടുന്നു. സമുദ്രജലം കൂടുതൽ ചൂടായി അതിൻ്റെ പ്രതിഫലനം കരയിലേക്കും വരുന്ന എൽ നിനോ പ്രതിഭാസം ഉണ്ടാകുന്നു. തൽഫലമായി കൊടും ശൈത്യം, കൊടും വരൾച്ച, ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റ് ഇവ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കടലിലും കരയിലും മനുഷ്യനിലുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥകളെ കണ്ട് ഇനി എന്ത് സംഭവിക്കും എന്ന പേടിയിൽ മനുഷ്യൻ നിർജീവരാകുന്നു. ഈ ദുരിതങ്ങൾ ഒക്കെ യാദൃച്ഛികമാണോ? അല്ല. ആമോസ് 4:7-8 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളയും. ഞാനൊരു പട്ടണത്തിൽ മഴ പെയ്യ്ക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്യ്ക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. 2-3 പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴന്നു ചെന്നു. ദാഹം തീർന്നില്ല താനും. എന്നിട്ട് നിങ്ങളെങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നാം ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാത്തതല്ലേ ഇതിനെല്ലാം കാരണം? വിവിധ സംഭവങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ വിധത്തിലെല്ലാം സംഭവിക്കുന്നത് നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാത്തത് കണ്ടാണ് എന്ന് ആമോസ് 4:6-11 വാക്യങ്ങളിൽ 5 പ്രാവശ്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം, വരൾച്ച, പേമാരി, പ്രകൃതി ദുരന്തം ഇവയൊന്നും യാദൃച്ഛികമല്ല. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കൈ നാം കാണണം. അതായത് ജനത്തെ മടക്കി വരുത്തുവാനുള്ള ദൈവത്തിൻ്റെ സന്ദർശനമായി ഇവയെ മനസ്സിലാക്കണം. ശാസ്ത്രം അതിൻ്റെ അത്യുച്ചകോടിയിലാകുന്നു. എങ്കിലും ശാസ്ത്രത്തിന് പരിഹരിക്കുവാൻ കഴിയാത്ത അനേക പ്രശ്നങ്ങൾക്ക് നടുവിലാണ് നാം ജീവിക്കുന്നത്. എങ്കിലും ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയാത്തത് ഒന്നുമില്ല. 2 രാജാക്കന്മാർ 2:19-22 വാക്യങ്ങളിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. യെരിഹോ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരം.
എന്നാൽ അതിലെ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും. അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കാതെ ജനം പ്രവാചകനെ സമീപിച്ചു. പല വിധത്തിലുള്ള പ്രശ്ന പരിഹാര ശ്രമം സാധിക്കാത്ത വന്നതുകൊണ്ടായിരിക്കാം ജനം പ്രവാചകനെ സമീപിച്ചത്. പ്രവാചകൻ വെള്ളത്തിൽ ഉപ്പിട്ടു, ദോഷം മാറി. നേരത്തെ സംഭവിക്കാതിരുന്നത് ഇപ്പോൾ എങ്ങനെ സംഭവിച്ചു? മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ അവർ തയ്യാറായി. കർത്താവ് നമ്മോട് പറയുന്നത്, ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ നീ എന്തിനു കലങ്ങുന്നു? പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന യഹോവയായി ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ആമോസ് 4:13. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. എങ്കിൽ തന്നെയും പ്രശ്നങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒന്നുണ്ട്. അതായത് നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ പുനരാഗമനത്തിന് വേണ്ടി ലോകം അനുഭവിക്കുന്ന ഈറ്റുനോവാണ് ഈ സംഭവങ്ങൾ. അതായത് ഈ സംഭവങ്ങളെല്ലാം കർത്താവിൻ്റെ പുനരാഗമനത്തെ വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്നത്, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമോസ് 4:12. നമുക്ക് ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങാം, ദൈവത്തെങ്കിലേക്ക് തിരിയാം, ഉപവസിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പുനരാഗമനത്തിന് ഇനി താമസമില്ല. കർത്താവേ, സംഭവങ്ങളെ വിലയിരുത്തി പുനരാഗമനത്തിനായി ഒരുങ്ങിക്കാത്തിരിക്കുവാനുള്ള വിശ്വാസം എനിക്കും തരണമേ. ആമേൻ. നീതിമാനിനിയും പാരിൽ നീതി തന്നെ ചെയ്യട്ടെ, നീതിമാനിനിയും പാരിൽ നീതി തന്നെ ചെയ്യട്ടെ, വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധിയെ തികയ്ക്കട്ടെ, വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധിയെ തികയ്ക്കട്ടെ. താഴ്മഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം, താഴ്മഭക്തി എന്നിവയ്ക്ക് യേശു നൽകും പ്രതിഫലം. ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം, ധനവും മാനം നിത്യജീവൻ നേടിടുന്നു നിശ്ചയം.